Hello, welcome to the video. ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ലിറ്ററേച്ചർ ഇൻ ട്രാൻസ്ലേഷൻ എന്ന പേപ്പറിൻ്റെ ക്ലാസ്സുകൾ തുടരുകയാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടിരുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഈ വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഭാഗങ്ങൾ പഠിക്കാം. ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ ബൈ GN ദേവി. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് പ്രധാനപ്പെട്ട എസ്സേയുടെ മെയിൻ പാർട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്. എ ബ്രീഫ് സമ്മറി ഓഫ് ദി എസ്സേ. GN ദേവിയുടെ എസ്സേയുടെ ഒരു സമ്മറിയാണ് ഇവിടെ നോട്ട്സ് രൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. The history of translation is the history of human civilization and understanding, and sometimes of misunderstanding. So here, GN Devi is talking about the history of translation itself. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ നിങ്ങളൊന്ന് കേട്ടില്ലെങ്കിൽ കേട്ട് നോക്കുക. വീഡിയോ ചാനൽ അവൈലബിൾ ആണ്. അവിടെ നമ്മൾ ട്രാൻസ്ലേഷനും ലിറ്റററി ഹിസ്റ്ററിയും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് is to understand the history of a text also. ടെക്സ്റ്റിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കിയാൽ മാത്രമേ പൂർണ്ണമായി അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എൻ്റെ എല്ലാ തലത്തിലും നമുക്ക് ട്രാൻസ്ലേഷൻ വർക്കൗട്ട് ആവുകയുള്ളൂ. സെയിം വേ ലിറ്റററി ഹിസ്റ്ററി അതിൻ്റെ ചരിത്രത്തെയാണല്ലോ പഠിക്കുന്നത്, സാഹിത്യ ചരിത്രം. അപ്പം ഇങ്ങനെ ട്രാൻസ്ലേഷനും ഹിസ്റ്ററിയും തമ്മിൽ വലിയ ബന്ധമുണ്ട് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞതാണ്. ഇവിടെ പറയുകയാണ് ദ ഹിസ്റ്ററി ഓഫ് ട്രാൻസ്ലേഷൻ ഇസ് ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന്. ട്രാൻസ്ലേഷൻ്റെ ചരിത്രം മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ അതുപോലെ മനുഷ്യൻ്റെ തിരിച്ചറിവിൻ്റെ ഒക്കെ ചരിത്രമാണ്. അതുപോലെ തിരിച്ചറിവില്ലായ്മയുടെയും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയും തെറ്റിദ്ധാരണകളുടെയും ചരിത്രമാണ്. Stories travel from culture to culture, and their transmission through translation takes innumerable forms. കഥകൾ സംസ്കാരങ്ങളിൽ നിന്ന് സംസ്കാരങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്. ആൻഡ് their transmission through translation, ഈ കഥകളുടെ സഞ്ചാരം തർജ്ജമകളിലൂടെ നിരവധി രൂപങ്ങളിലേക്ക് പകർത്തപ്പെടാറുണ്ട്, നിരവധി രൂപങ്ങളിലേക്ക് ആവിഷ്കരിക്കപ്പെടാറുണ്ട്. The classic case is our own Panchatantra. പഞ്ചതന്ത്ര എന്ന ഇന്ത്യൻ കഥ ആണ്, ഇന്ത്യൻ ഉപദേശ കഥകളാണല്ലോ അവ. ഈ കഥകൾ ഒരു ഉദാഹരണമായിട്ട് കാണാം നമുക്ക്. In an evocative essay, Amitav Ghosh 1994 has the following to say about Panchatantra. പഞ്ചതന്ത്രയെക്കുറിച്ച് അമിതാഭ് ഘോഷ് 1994 പറഞ്ഞ് ശ്രദ്ധിക്കുക. These stories too have no settings to speak of except the notion of a forest. Yet the Panchatantra is reckoned by some to be second only to the Bible in the extent of its global diffusion. Compiled in India early in the first millennium, it passed into Arabic through a 6th century Persian translator, engendering some of the best-known Middle Eastern fables, including parts of the 1001 Nights. അപ്പോൾ 1001 രാവുകൾ എന്നുള്ള കൃതിയിൽ ഉൾപ്പെടെ പേർഷ്യൻ ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ ഒരുപാട് മറ്റ് അറബിക് സംസ്കാരത്തിലെ കഥകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പഞ്ചതന്ത്ര എന്ന് പറയുകയാണ് അമിതാഭ് ഘോഷ്. നമ്മുടെ നാട്ടിലുണ്ടായ പഞ്ചതന്ത്ര ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തുകയാണ്. ബൈബിൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ലോകത്തിൽ എല്ലായിടത്തും പ്രചരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് പഞ്ചതന്ത്ര എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. ഇവിടെ പഞ്ചതന്ത്ര എന്ന പുസ്തകത്തിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ തർജ്ജമയുടെ പ്രാധാന്യവും അദ്ദേഹം എടുത്ത് സൂചിപ്പിക്കുകയാണ്. അതായത് ഇന്ത്യയിലാണ് ഉണ്ടായത്. ആദ്യത്തെ 1000 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ ഉണ്ടായ ടെക്സ്റ്റാണ്. ഏകദേശം 6-ാം നൂറ്റാണ്ടോടുകൂടി തന്നെ അത് തർജ്ജമകൾ അതിൻ്റെ മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിയിരുന്നു. പേർഷ്യൻ ട്രാൻസ്ലേഷൻ ഒരുപാട് മിഡിൽ ഈസ്റ്റിലുള്ള മധ്യപൂർവേഷ്യയിലെ രാജ്യങ്ങളിലേക്ക് പ്രചരിക്കുകയും അങ്ങനെ അവിടെ ഉണ്ടായ നിരവധി ഐതിഹ്യ കഥകളുടെ ഭാഗമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കഥകളിൽ നിന്ന് പോലും ഇൻസ്പിറേഷൻ അവിടെയുള്ള നാട്ടുകാർ പോലും എടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. The stories were handed on to the Slavic languages through ഗ്രീക്ക് ഭാഷയിലേക്കും ഇത് പോയിട്ടുണ്ട്. അവിടെ നിന്ന് സ്ലാവിക് ലാംഗ്വേജസിലേക്ക്, റഷ്യൻ പോലുള്ള ബാൾട്ടിക് പ്രദേശങ്ങളിലൊക്കെ ഭാഷകളിലേക്കൊക്കെ ഇത് എത്തിച്ചേർന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ഫ്രം ഹീബ്രു ടു ലാറ്റിൻ, ഹീബ്രുവിൽ നിന്ന് ലാറ്റിനിലേക്കും, എ വേർഷൻ ഇൻ ദ ലാറ്റർ അപ്പിയറിംഗ് ഇൻ 1270. ലാറ്റിനിൽ 1270 പഞ്ചതന്ത്രത്തിൻ്റെ ഒരു തർജ്ജമ പ്രത്യക്ഷപ്പെടുന്നത്. ത്രൂ ലാറ്റിൻ ദേ പാസ്ഡ് ഇൻ ടു ജർമ്മൻ ആൻഡ് ഇറ്റാലിയൻ. ജർമ്മൻ ഭാഷയിലേക്കും പിന്നീട് ഇറ്റാലിയൻ ഭാഷയിലേക്കും
ഒക്കെ ഈ കഥകൾ തർജ്ജമ ചെയ്യപ്പെടുന്നു. ഈ ഇറ്റാലിയൻ എന്ന് പറയുന്നത് ലാറ്റിൻ്റെ മറ്റൊരു വേർഷനാണ്, പുതിയ വേർഷനാണ്. ലാറ്റിൻ എന്ന് പറയുന്നത് പഴയ ഫോമാണ്. These stories left their mark on the collections as different as those of La Fontaine and the Grimm brothers, and today they are inseparably part of a global heritage. ഗ്രിം ബ്രദേഴ്സിൻ്റെ അതുപോലെ ലാ ഫൊൻറ്റെയിൻ പോലുള്ള നമ്മൾ പഴയ മുത്തശ്ശി കഥകൾ, ഫെയറി ടെയിൽസ് പോലെ തന്നെ ലോകത്തിൻ്റെ നിരവധി ഭാഗങ്ങളിലുള്ള ജനവിഭാഗങ്ങളെ സ്വാധീനിച്ച ഒരു കൃതി തന്നെയാണ് പഞ്ചതന്ത്ര. അതിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത്, ഇവിടെ അത് മെൻഷൻ ചെയ്യുന്നതിനാണ്, just to indicate that these stories which were made in India were translated into several parts of the world. They took different forms എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിരവധി രൂപങ്ങളിലേക്ക് അവ മാറ്റപ്പെടുന്നുണ്ട്, തർജ്ജമ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അതെത്തുന്നത്, പല സംസ്കാരങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. Apart from the Academy, some significant translations during this period were those sponsored by UNESCO collection of representative works. Foremost among them are Vibhuti Bhushan Bandyopadhyay's Bengali novel Pathir Panchali, Song of the Road, 1968, translated by T.W. Clark and Tarapada Mukherjee, known worldwide for its film version by Satyajit Ray. Manik Bandyopadhyay's Bengali novel The Puppet's Tale, 1968, translated by S.L. Ghosh. Sridhar Pensay's Marathi novel Wild Bapu of Garambi, 1968, translated by Ian Rayside. Tagari Shivshankarapalli's Malayalam novel Chemmin, a novel 1962, translated by Narayana Menon. Premchand's Hindi novel Godan, The Gift of a Cow, 1968, translated by Gordon Rodermall. And Aziz Ahmad's Urdu novel The Shore and the Wave, 1971, translated by Ralph Russell. ഇവയൊക്കെ തന്നെ ഈ കാലത്ത് വന്ന ട്രാൻസ്ലേഷൻസ് ആണ്. പ്രത്യേകിച്ച് സ്പോൺസേഡ് ബൈ യുനെസ്കോ കളക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് വർക്ക്സ് എന്ന യുനെസ്കോയുടെ ഒരു പ്രൊജക്റ്റ് വഴിയാണ് ഇത്തരം ട്രാൻസ്ലേഷൻസ് ഒക്കെ നടന്നത്. The absence of any dialogue among translators about their craft and the lack of any tradition of documentation of problems encountered by individual translators meant that they worked in a kind of vacuum, depending mainly on their instincts and their own resources. ഈ ട്രാൻസ്ലേറ്റേഴ്സ്, നമ്മളിപ്പോൾ ഈ പറയുന്ന ട്രാൻസ്ലേറ്റേഴ്സ് ഒന്നും തന്നെ പരസ്പരം സംസാരിച്ചിട്ടില്ല, പരസ്പരം ഇടപഴകിയവരല്ല. അവർക്ക് സ്വന്തമായി അവരുടെ ചാലഞ്ചുകൾ, വെല്ലുവിളികൾ, അവർ നേരിട്ട പ്രോബ്ലംസ്, അതിനെക്കുറിച്ച് ഒരു നോട്ട് അവരുണ്ടാക്കിയിട്ടില്ല. അത് കാണിക്കുന്നത് പലരും വാക്യൂമിലാണ്, ഒറ്റയ്ക്ക് വർക്ക് ചെയ്തു, ഏകാന്തതയിൽ വർക്ക് ചെയ്തവരാണ് എന്നർത്ഥം. സ്വന്തമായ റീസോഴ്സുകൾ ഉപയോഗിച്ച് മാത്രമാണ് അവർ വർക്ക് ചെയ്തത്. കോമൺ ആയ ഒരു റീസോഴ്സസിൻ്റെ ഒരു കളക്ഷനൊന്നും ആരുടെ കയ്യിലുമില്ല. ട്രാൻസ്ലേഷൻ്റെ പ്രശ്നങ്ങൾ, ട്രാൻസ്ലേഷൻ്റെ വെല്ലുവിളികൾ, അവയെ എങ്ങനെ നേരിടാം എന്ന രീതിയിലുള്ള ഒരു പൊതു ഒരു റെഫറൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസർവോയർ ഓഫ് ഇൻഫർമേഷൻ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഇത്തരം വിവരങ്ങളൊക്കെ എഴുതി വെക്കാൻ ആരും ശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പക്കൽ ഇത്തരം വിവരങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളോ സൊല്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. Structural linguistics considers language as a system of signs arbitrarily developed that tries to cover the entire range of significance available to the culture of that language. സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് പറയുന്നത്, ഇനി നമ്മൾ ചെറിയൊരു വഴിമാറുകയാണ് ഇവിടെ. സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് പറയുന്നത് ഭാഷ ഒരു സിസ്റ്റം ഓഫ് സൈൻസ് ആണെന്നാണ്, അടയാളങ്ങളുടെ ഒരു വ്യവസ്ഥിതിയാണ്. ആർബിട്രറിലി ഡെവലപ്ഡ്, അത് ഡെവലപ്പ് ചെയ്യുന്നതാകട്ടെ യാദൃശ്ചികമാണ്. that tries to cover the entire range of significance available to the culture of that language. ഓരോ ഭാഷയും സംസാരിക്കുന്ന സംസ്കാരങ്ങളുടെ എല്ലാ വ്യവഹാരങ്ങളിലും പ്രവൃത്തികളിലും ഭാഷയുടെ ഈ നിയമങ്ങൾ സ്വാധീനിക്കുന്നു എന്നാണ് പറയുന്നത്. ഭാഷ സ്വാധീനിക്കുന്നു എന്നർത്ഥം. The signs do not mean anything by or in themselves. ഈ ഭാഷയിലെ സൈൻസ് ഉണ്ടല്ലോ, അടയാളങ്ങൾ, ആ സൈൻസ് ഓരോന്നും ഇൻഡിവിജ്വലായി പരിശോധിച്ച പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. They acquire significance by virtue of the relation to the entire system to which they belong. ഓരോ സൈനും അർത്ഥം വരുന്നത് അത് ഏത് ഗ്രൂപ്പിൽ അംഗമാണോ ആ ഗ്രൂപ്പിൻ്റെ പ്രസക്തി കൊണ്ടാണ്, ആ ഗ്രൂപ്പിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് ഓരോ സൈനും മീനിങ് ഫുള്ളാകുന്നത്. ആ ഗ്രൂപ്പുമായുള്ള ബന്ധമാണ് ഓരോ സൈനിനെയും മീനിങ് ഫുള്ളാക്കുന്നത്. Otherwise, there is no meaning to individual signs. This theory naturally looks askance at translation
which is an attempt to rescue abstract significance from one system of science and to wed it with another such system. ഇത് ഈ പറയുന്ന ഈ തിയറി വെച്ചുകൊണ്ട് ട്രാൻസ്ലേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? An attempt to rescue abstract significance from one system of science and to wed it with another such system. ഈ ഒരു സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന തിയറിയുടെ ഡെഫിനേഷൻ നമ്മൾ കണ്ടു. ഈ തിയറി ഉപയോഗിച്ച് ട്രാൻസ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നതാണ് നമ്മളിവിടെ പറയുന്നത്. എന്താണ്? അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഫോമൊന്നും ഇല്ലാത്ത ഒരു സിഗ്നിഫിക്കൻസ്, മീനിങ്, സിസ്റ്റം ഓഫ് മീനിങ് അതിനെ എടുത്തുകൊണ്ട് മറ്റൊരു സിസ്റ്റത്തിനോട് ചേർക്കുക, വെഡ് ഇറ്റ് വിത്ത് അനദർ സച്ച് സിസ്റ്റം, ചേർക്കുക. ഇതാണ് ട്രാൻസ്ലേഷനിൽ സംഭവിക്കുന്നത്. ബട്ട് ലാംഗ്വേജ് ഇസ് ആൻ ഓപ്പൺ സിസ്റ്റം. പക്ഷെ ലാംഗ്വേജ് എന്ന് പറയുന്നൊരു തുറന്ന ഒരു വ്യവസ്ഥിതിയാണ്. ഇറ്റ് കീപ്സ് അഡ്മിറ്റിംഗ് ന്യൂ സയൻസ്. അങ്ങനെ പറയാൻ കാരണം പുതിയ പുതിയ സയൻസ് ആഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്, കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഭാഷയിൽ സൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വാക്കുകളാവാം, അക്ഷരങ്ങളാവാം, എല്ലാം. വാക്കുകൾ പ്രത്യേകിച്ച്, ഫോർ എക്സാമ്പിൾ വേർഡ്സ്, ന്യൂ വേർഡ്സ് ആർ ബീങ് ആഡഡ് എവറി ഡേ, റൈറ്റ്, എവറി മന്ത് ഓർ എവറി ഇയർ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പുതിയ വേർഡ്സൊക്കെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള വേർഡ്സൊക്കെ പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ആഡ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. പിന്നെ പഴയ കാലത്തും നമുക്കറിയാം ഷേക്സ്പിയറൊക്കെ ഒരുപാട് പുതിയ വേർഡ്സ് ആഡ് ചെയ്തവരാണ്. ലാംഗ്വേജിൻ്റെ വേർഡ്സ് എപ്പോഴും ഡെവലപ്ഡ് ആണ്, ഇവോൾവിങ്, കണ്ടിന്യൂസ് ഇവോൾവിങ് ആണ്. ആസ് വെൽ ആസ് ന്യൂ സിഗ്നിഫിക്കൻസ് ഇൻ ഇറ്റ്സ് ഫോൾഡ്. പുതിയ പുതിയ അർത്ഥതലങ്ങളും അതിൽ ഉടലെടുത്ത് വരുന്നുണ്ടല്ലോ, ഓരോ ഭാഷയിലും ഉണ്ടാവുമല്ലോ. ഇറ്റ് ഈസ് ഓൾസോ ഓപ്പൺ ഇൻ ദ സോഷ്യോ ലിംഗ്വിസ്റ്റിക് സെൻസ് ദാറ്റ് it allows an individual speaker or writer to use as much of it as he can or likes to do. മാത്രവുമല്ല മറ്റൊരു ഓപ്പൺനെസ് അതിലുണ്ട്, മറ്റൊരു തുറവിയുണ്ട്, തുറന്നു കിടക്കുന്ന മറ്റൊരു മേഖലയുണ്ട്. സോഷ്യോ ലിംഗ്വിസ്റ്റിക് സെൻസിൽ പറയുകയാണെങ്കിൽ, സാമൂഹിക ഭാഷാപരമായ രീതിയിൽ പറയുകയാണെങ്കിൽ, ഓരോ വ്യക്തിയെ, അത് സ്പീക്കറാവോ റൈറ്ററാവോ, ഒരു ഭാഷ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ അവന് ഇഷ്ടത്തിനനുസരിച്ച് ആ ഭാഷ ഉപയോഗിക്കാനുള്ള ഫ്രീഡം ഉണ്ട് എന്നർത്ഥം. നമുക്ക് ഇൻഡിവിജ്വൽസിന് വേണമെങ്കിൽ സ്വന്തം നിലയിൽ വാക്കുകൾ ഉണ്ടാക്കാമല്ലോ. അതല്ല ഷേക്സ്പിയർ ഒക്കെ ചെയ്യുന്നത്. ഷേക്സ്പിയർ ഒരുപാട് സ്വന്തമായിട്ട് വേർഡ്സ് കോയിൻ ചെയ്ത എഴുത്തുകാരനാണ്. അതുപോലെ പല എഴുത്തുകാരും ചെയ്യാറുണ്ട്. സ്വന്തം വേർഡ്സ്, ശൈലി പ്രയോഗത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് സ്വന്തം ശൈലി, സ്വന്തം വേർഡ്സ് കോയിൻ ചെയ്യുന്നവരാണ് പല എഴുത്തുകാരും, രസകരമായ രീതിയിൽ. ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭാഷ ഉപയോഗിക്കാനുള്ളൊരു ഓപ്പൺനെസ് അവിടെയുണ്ട്. If this is the case, then how open is a particular system of verbal signs when a bilingual user, such as a translator, ends it open? ഇങ്ങനെയാണ് കേസ്, ഇങ്ങനെയാണ് സാഹചര്യമെങ്കിൽ ഒരു പ്രത്യേക അടയാളങ്ങൾ ഉൾപ്പെടുന്ന വേർബൽ സൈൻസ്, വാക്കുകളാകുന്ന അടയാളങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഭാഷ, ഒരു സിസ്റ്റം, ഒരു വ്യവസ്ഥിതി എന്ന് വെച്ചാൽ ഭാഷ, ഒരു ബൈലിംഗ്വൽ യൂസർ, രണ്ട് ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് ഓപ്പൺ ചെയ്യാന്നിരിക്കുക. അത് എങ്ങനെയായിരിക്കും ഈ സിസ്റ്റം അന്നേരം പെരുമാറുക? അല്ലെങ്കിൽ എത്രത്തോളം ഓപ്പൺ ആകാൻ സാധിക്കും ഈ സിസ്റ്റത്തിന് ഒരു ബൈലിംഗ്വൽ യൂസർ വന്ന് ഈ ഭാഷയെ പഠിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുമ്പോൾ? അതായത് രണ്ട് ഭാഷ ഒരേ സമയം അറിയുന്ന ഒരാൾ വന്നിട്ട് ഒരു ഭാഷ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിന് എത്രത്തോളം ഓപ്പൺ ആവാൻ പറ്റും അയാളുടെ മുമ്പിൽ? അതായത് അയാൾക്ക് രണ്ട് ഭാഷയുടെ നിയമങ്ങൾ അറിയാം. അപ്പോൾ രണ്ട് ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് തീർച്ചയായിട്ടും തൻ്റെ മാതൃഭാഷ അല്ലെങ്കിൽ തനിക്കറിയുന്ന ആദ്യത്തെ ഭാഷയും ഈ പുതിയ ഭാഷയും അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാഷയും, ഒന്നാമത്തെ ഭാഷയും രണ്ടാമത്തെ ഭാഷയും, ബൈലിംഗ്വലായിട്ട് ഭാഷ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മിക്സ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ കോഡ് മിക്സിങ്ങും കോഡ് സ്വിച്ചിങ്ങും ഒക്കെ അവർക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതായത് ഭാഷകൾ മിക്സ് ചെയ്ത് സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു ഭാഷയിൽ ഒരു സെൻറ്റൻസ് പറഞ്ഞ് നിർത്തി അടുത്ത ഭാഷയിൽ വേറൊരു ഭാഷയിൽ അടുത്ത സെൻറ്റൻസ് പറയാം. അങ്ങനെ എത്രത്തോളം ഓപ്പൺ ആക്കാൻ പറ്റും ഈ ഭാഷയെ അങ്ങനെയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച്? Assuming that for an individual, language resides within his consciousness, we can ask whether the two systems within his consciousness can be shown as materially different and whether they retain their individual identities within the sphere of his consciousness. ഈ ഭാഷ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബോധതലത്തിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് കയ്യിൽ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്നൊരു സാധനമല്ലല്ലോ, മനസ്സിലാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബോധതലത്തിൽ, കോൺഷ്യസ്നെസ്സിൽ ഉണ്ടെങ്കിൽ ഒരു വ്യക്തി, ഒരു ബൈലിംഗ്വൽ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, രണ്ട് ഭാഷ അറിയുന്ന വ്യക്തിയാണെങ്കിൽ, രണ്ട് ഭാഷ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അയാളുടെ മനസ്സിൽ ഈ രണ്ട് ഭാഷകളുണ്ടല്ലോ, രണ്ട് ഭാഷയും പരസ്പരം അടികൂടുമോ? പരസ്പരം സ്വന്തം നിലയിലുള്ള വ്യക്തിത്വം രണ്ട് ഭാഷയും നിലനിർത്തുമോ? അല്ലെങ്കിൽ രണ്ട് ഭാഷയും അങ്ങ് മിക്സായിട്ട് മേർജ് ചെയ്യുമോ? എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കാം.
ഓർ ഡു സച്ച് സിസ്റ്റംസ് ബിക്കം എ സിംഗിൾ ഓപ്പൺ ആൻഡ് എക്സ്റ്റെൻഡഡ് സിസ്റ്റം? ഇനി അതല്ല, രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ ഓപ്പൺ സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുകയാണോ അങ്ങനെയുള്ള കേസിൽ സംഭവിക്കുക? നമ്മളാൽ ചിന്തിച്ച് നോക്കിയാൽ മതി. നമുക്ക് ചിലപ്പോൾ രണ്ട് ഭാഷ മലയാളവും ഇംഗ്ലീഷും അറിയുന്നവരായിരിക്കും, അല്ലെങ്കിൽ മലയാളവും തമിഴും, മലയാളം ഹിന്ദിയൊക്കെ അറിയുന്നവരായിരിക്കും. അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ എന്താണ് ഈ ഭാഷകളുടെ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്ഥിതി എന്നുള്ളത് നമ്മൾ നോക്കണം. അങ്ങനെ ചിന്തിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില കേസിലെങ്കിലും ചിലർക്കെങ്കിലും, എല്ലാവരും ഇതിനോട് അംഗീകരിക്കണമെന്നില്ല, ചിലരെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റസ് ടോക്ക് അബൌട്ട് ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ബൈലിംഗിൾ ആയിട്ടുള്ള ആൾക്കാർ, ഇംഗ്ലീഷും മലയാളം അറിയുന്നവർ, ചില ആൾക്കാർ വളരെ കംഫർട്ടബിളായിട്ട് ഇംഗ്ലീഷിൽ ചിന്തിക്കുകയും പറയുകയും ഈവൻ ഡ്രീം ചെയ്യുകയൊക്കെ ചെയ്യും ഇംഗ്ലീഷ് തന്നെ. they can also completely easily comfortably deal with മലയാളം. ഇതേപോലെ തന്നെ തിരിച്ച് ഇംഗ്ലീഷും മലയാളം ഒരേപോലെ ഈസിലി അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും, രണ്ട് ഭാഷയും. അതായത് രണ്ടും ഒരേ സിസ്റ്റത്തിൻ്റെ തന്നെ ഭാഗമായി പ്രവർത്തിക്കുന്ന പോലെ തോന്നും. ഈസി ആയിട്ട് കോഡ് മിക്സിങ്, കോഡ് സ്വിച്ചിങ് ഒന്നും ചെയ്യാം. ചിലരെ സംബന്ധിച്ച് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരുണ്ട്. ചിലവർക്ക് ഇംഗ്ലീഷ് അറിയാം, മലയാളവും അറിയാം, ഈക്വലി അറിയായിരിക്കും. പക്ഷെ ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റില്ല, അത്ര എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. മലയാളത്തിൽ ഒന്ന് പറഞ്ഞു നോക്കി അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ പറയുന്ന ആൾക്കാരുണ്ട്. ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടല്ല, but they have to translate. They can't think in English. They can only think in one language, and they have to translate those thoughts into another language. ഇങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ചോദിക്കുകയാണ്, ഒറ്റ സിസ്റ്റമായിട്ട് മാറുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണോ ചെയ്യുക? If translation is defined as some kind of communication of significance, if we accept the structuralist principle, the communication becomes possible because of the nature of science and their entire system. It follows that translation is a merger of science systems. അങ്ങനെ നമ്മൾ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഡെഫിനേഷൻ അങ്ങോട്ട് കണക്കിലെടുക്കുകയാണെങ്കിൽ ട്രാൻസ്ലേഷൻ എന്തായിട്ട് മാറുകയാണ്? മേജറാണ്, കൂട്ടിച്ചേർക്കുന്ന ഒരു വസ്തുതയാണ്. രണ്ട് ഡിഫറെൻറ്റ് സയൻസ്, രണ്ട് ഡിഫറെൻറ്റ് സിസ്റ്റംസിന്, രണ്ട് വ്യത്യസ്ത വ്യവസ്ഥിതികളെ കൂട്ടിച്ചേർക്കുന്ന ഒരു സിസ്റ്റമാണ് ട്രാൻസ്ലേഷൻ എന്ന് നമുക്ക് പറയാം. അങ്ങനെ നമുക്ക് പറയാമെന്നുള്ളതാണ്. രണ്ട് വ്യത്യസ്ത വ്യവസ്ഥിതികളെ കൂട്ടിച്ചേർക്കുന്ന ഒരു സിസ്റ്റമാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയാം. അതായത് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് അടിസ്ഥാനപ്പെടുത്തി, സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സിൻ്റെ തിയറി വെച്ച് ട്രാൻസ്ലേഷൻ നോക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയോ, such a merger is possible because systems of science are open and vulnerable. ഇത് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഷയുടെ വ്യവസ്ഥിതി ഓപ്പൺ ആയതുകൊണ്ടും അതുപോലെ ചേഞ്ചബിൾ ആണ്, ഫ്ലെക്സിബിൾ ആണ്. വൾണറബിൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഫ്ലെക്സിബിൾ ആണെന്നുള്ളതാണ്. ഭാഷ അത്രയും റിജിഡ് അല്ല, അത് ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ടാണ് ട്രാൻസ്ലേഷൻ പോസിബിൾ ആകുന്നതെന്നാണ് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സിൻ്റെ തിയറി അനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ട്രാൻസ്ലേറ്റിംഗ് കോൺഷ്യസ്നെസ് എക്സ്പ്ലോയിറ്റ്സ് ദ പൊട്ടൻഷ്യൽ ഓപ്പൺനെസ് ഓഫ് ലാംഗ്വേജ് സിസ്റ്റംസ്. രണ്ട് ഭാഷാ വ്യവസ്ഥിതികളുടെ തുറവിയാണ്, ഓപ്പൺനെസ്സിനെയാണ്, ഫ്ലെക്സിബിലിറ്റിയാണ് കാണിക്കുന്നത്. ഇത്തരത്തിൽ മനസ്സിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സ് ഞാൻ സൂചിപ്പിച്ചുള്ള ചില ആൾക്കാർ മലയാളത്തിൽ കേട്ട് തർജ്ജമ ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ആക്കുന്നവർ. And as it shifts significance from a given verbal form to a corresponding but different verbal form, it also brings closer the materially different sign systems. ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റു സിസ്റ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് സിസ്റ്റംസിനെ, ഡിഫറെൻ്റ് ആയ സിസ്റ്റംസിനെ അടുത്ത് കൊണ്ടുവരികയുമാണ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ മലയാളത്തിലൊരു ബുക്ക് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ മലയാളത്തെ ഇംഗ്ലീഷിനെയും അടുത്ത് കൊണ്ടുവരുന്നു, രണ്ട് ഭാഷയും അടുത്തടുത്ത് വ്യത്യസ്തമായ ഭാഷകളെ അടുത്ത് കൊണ്ടുവരുന്നു. If you take a lead from phenomenology and conceptualize a whole community of translating consciousness, it should be possible to develop a theory of interlingual synonymy as well as a more perceptive literary historiography. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ലാസ്റ്റ് സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ഫിനോമിനോളജി എന്ന് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട്. ഫിനോമിനോളജി അതായത് നമ്മൾ ഒരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് റീഡേഴ്സ് പെർസ്പെക്റ്റീവ്സ് ആർ ട്രാൻസ്ഫേർഡ് ഓൺ ടു ദ ലാംഗ്വേജ് ആൻഡ് ദ ലാംഗ്വേജ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ റീഡേഴ്സ് പെർസെപ്ഷൻ. ഒരു ബുക്ക് വായിക്കുമ്പോൾ ഒരു വായനക്കാരൻ്റെ സ്വന്തം അനുഭവങ്ങളും കാഴ്ചപ്പാടും ആ ബുക്കിൻ്റെ അർത്ഥത്തെ സ്വാധീനിക്കുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്താൻ സഹായിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്, ഒരു തിയറിയാണ് ഫിനോമിനോളജി. ഫിനോമിനോളജി ആക്ച്വലി അതിൻ്റെ ഒറിജിനൽ തിയറി ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടൊന്നും അല്ലത്. It's a philosophy. It is connected to how observer changes the observed. മനസ്സിലായോ? എങ്ങനെയാണ് ഒരു വസ്തുത, ഉദാഹരണത്തിന് നമ്മൾ ഒരു വസ്തു, ഒരു പേന നോക്കുകയാണ്. നമ്മുടെ നോട്ടത്തിനനുസരിച്ച് ആ ഒബ്സർവ് ചെയ്യപ്പെടുന്ന വസ്തുവിൻ്റെ ഫീച്ചേഴ്സിൽ മാറ്റം ഉണ്ടാവുന്നുള്ള ഒരു തിയറിയാണ്, ഒരു ഫിലോസോഫിക്കലി പറയാവുന്ന ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റാണ് ഇത്.
അപ്പോൾ ഇതനുസരിച്ച് ട്രാൻസ്ലേറ്റിംഗ് കോൺഷ്യസ്നസ്, അതായത് നമ്മുടെ മനസ്സിൽ നടക്കുന്ന ഈ ഒരു ട്രാൻസ്ലേഷൻ, ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു ഡെവലപ്പ് എ തിയറി ഓഫ് ഇന്റർലിംഗ്വൽ സിനോണിമി. രണ്ട് വ്യത്യസ്ത ഭാഷകളിലുള്ള സമാനാർത്ഥം, സിനോണിമി എന്ന് പറഞ്ഞാൽ സമാനാർത്ഥങ്ങളുള്ള പദങ്ങളാണ്. രണ്ട് വ്യത്യസ്ത ഭാഷകളിലുള്ള സമാനാർത്ഥമുള്ള പദങ്ങളെ എന്ത് ചെയ്യാൻ സാധിക്കും, ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത്തരം പദങ്ങളെ കുറിച്ചുള്ളൊരു സിദ്ധാന്തം തന്നെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ കാഴ്ചപ്പാടുകൾ, സാഹിത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാനും തർജ്ജമകൾ, ട്രാൻസ്ലേഷൻ സഹായിക്കും. പുതിയ പദപ്രയോഗങ്ങൾ അല്ലെങ്കിൽ സമാനാർത്ഥമുള്ള രണ്ട് വ്യത്യസ്ത ഭാഷകളിലെ പദങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കാനും നമ്മളെ ട്രാൻസ്ലേഷൻസ് സഹായിക്കുമെന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷൻസ് എന്താണ് നമ്മൾ തുടക്കത്തിൽ പഠിച്ചു. ഇത്രയും നമ്മൾ ചുരുക്കുകയാണ് ഈ ഒരു ക്ലാസ്സിൽ. കുറച്ച് തിക്കായിട്ടുള്ള ഏരിയ ആണിത്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി ക്ലാസ് കേട്ടിട്ട് മെയിൻ പോയിന്റ്സ് എഴുതി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം തന്നെ ട്രാൻസ്ലേഷൻസിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്തു. എങ്ങനെയാണ് ഇന്ത്യൻ കൾച്ചറിൽ പഞ്ചതന്ത്ര എന്നൊരു പുസ്തകം എഴുതപ്പെടുന്നത് പഴയ കാലത്ത് 1000 years ago. ഈ പഞ്ചതന്ത്ര ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നു. അത് ആ നാടുകളിലെ കൃതികളെ സ്വാധീനിക്കുന്നു. ബട്ട് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ എ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ടെക്സ്റ്റ് ഇൻ ടു ഡിഫറെൻറ്റ് ഫോംസ് എന്നുള്ളത് നമ്മൾ കണ്ടു. ദെൻ വി ഓൾസോ ലേൺഡ് അബൌട്ട് യുനെസ്കോ കളക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് വർക്ക്സ്. പ്രതീകാത്മകമായിട്ട്, പ്രതിനിധികളായിട്ട് നിരവധി രചനകളെ ട്രാൻസ്ലേറ്റ് ചെയ്യിക്കുന്ന ഒരു യുനെസ്കോ പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മൾ കണ്ടത് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് വെച്ചിട്ട് ട്രാൻസ്ലേഷനെ ഡിഫൈൻ ചെയ്യാനുള്ളൊരു ശ്രമമാണ്. വാട്ട് ഇസ് ട്രാൻസ്ലേഷൻ ഓർ ഹൗ ടു ഡിഫൈൻ ട്രാൻസ്ലേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ്. അക്കോർഡിംഗ് ടു സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ്, ലാംഗ്വേജ് ഇസ് എ സിസ്റ്റം ഓഫ് സൈൻസ്. അത് വെച്ചുകൊണ്ടാണ് ബാക്കി എല്ലാ ഡെഫിനിഷനും നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ട്രാൻസ്ലേഷനെ നോക്കിക്കാണാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം ഇത് നിങ്ങളൊന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് പറയുന്നത്, ഇൻ എ ബൈലിംഗ്വൽ സൊസൈറ്റി വാട്ട് ഹാപ്പൻസ് ഇൻ എൻ ഇൻഡിവിജ്വൽസ് കോൺഷ്യസ്നസ്. വ്യക്തിയുടെ മാനസികാവസ്ഥയിൽ, മനസ്സിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു ബൈലിംഗ്വൽ സൊസൈറ്റിയിൽ ഭാഷ നിലനിൽക്കുന്നത്. രണ്ട് ഭാഷകൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് രണ്ട് ഭാഷകൾ വ്യത്യസ്തമായിട്ടാണോ നിലനിൽക്കുക, അല്ലെങ്കിൽ മേർജ് ചെയ്ത് ഒന്നായി മാറുമോ? അപ്പോൾ ചില കേസിൽ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ലാംഗ്വേജ് മറ്റൊന്നിനെ ട്രാൻസ്ലേഷന് വിധേയമാക്കുമല്ലോ, മനസ്സിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ലേറ്റിംഗ് കോൺഷ്യസ്നസ്, നമ്മുടെ മനസ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന, മനസ്സിലുള്ള ഒരു ഭാഷയെ മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ തീർച്ചയായിട്ടും സമാനാർത്ഥമുള്ള പദങ്ങളുടെ ഒരു തിയറി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ സാഹിത്യ ചരിത്രത്തെക്കുറിച്ചുള്ള പുതിയ അവബോധങ്ങളും സൃഷ്ടിക്കാൻ സാധിക്കും. ഇത് സാഹിത്യത്തിൻ്റെ ട്രാൻസ്ലേഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ പാരഗ്രാഫ്സിൻ്റെ തുടക്കം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഒരിക്കൽ കൂടി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിർത്തിക്കൊണ്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും. ഇവിടെ നമ്മൾ തുടങ്ങി വെച്ചൊരു പോയിന്റ് ഉണ്ട്, അതായത് ഹിസ്റ്ററി ഓഫ് ട്രാൻസ്ലേഷൻ ഇസ് എ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ട്രാൻസ്ലേഷൻ ഹിസ്റ്ററി ഈസ് ഓൾസോ ദ ഹിസ്റ്ററി ഓഫ് ലിറ്റററി ഹിസ്റ്ററി എന്നുള്ളത്. ട്രാൻസ്ലേഷൻ ഹിസ്റ്ററി ഈസ് ഓൾസോ സിമിലർ ടു ലിറ്റററി ഹിസ്റ്ററി എന്നുള്ളത്. അപ്പോൾ ട്രാൻസ്ലേഷനും ഹിസ്റ്ററിയും തമ്മിലുള്ള ബന്ധമാണ്. ലിറ്റററി ഹിസ്റ്റോറിയോഗ്രാഫി എന്ന പോയിന്റിൽ നിന്ന് നമ്മൾ തിരിച്ചതിലേക്ക് വരുന്നത്. ലിറ്റററി ഹിസ്റ്റോറിയോഗ്രാഫി എന്ന പോയിന്റ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡെഫിനിഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ്. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ക്ലാസ്സുകൾ കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഭാഗം, ഈ ഒരു ഭാഗം വെച്ച് ഇന്ന് നമ്മൾ നിർത്തുകയാണ്. റിമൈനിങ് പാർട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. കുറച്ച് തിക്കായിട്ടുള്ള, കുറച്ച് സീരിയസ് ആയ ഒരു ഏരിയ ആണ്, തിയററ്റിക്കൽ ഫീൽഡാണിത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ തുടക്ക ഭാഗത്ത് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട്, ഇന്റർലിംഗ്വൽ സിനോണിമിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലിറ്റററി ഹിസ്റ്റോറിയോഗ്രഫിയെ കുറിച്ച് പരാമർശമുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് ട്രാൻസ്ലേറ്റിംഗ് കോൺഷ്യസ്നസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ട്രാൻസ്ലേഷൻ കോൺഷ്യസ്നസ് എന്ന ഒരു ആശയം എന്ത് എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. കൂടുതൽ ഇതിൻ്റെ ചർച്ച നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഈ വീഡിയോ ഒരിക്കൽ കൂടി നിങ്ങൾ കാണണം നിർബന്ധമായിട്ട്. എന്നിട്ട് അതിൻ്റെ മെയിൻ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഈ ഒരു എസ്സേ കുറച്ചൊരു സീരിയസ് എസ്സേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ സങ്കീർണതകളുണ്ട്. സങ്കീർണമായ എസ്സേ തന്നെയാണ്.
അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് മനസ്സിലാവാതെ വരും. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എഴുതാനും വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഞാനെന്നും പറയുന്നത് പോലെ ലേണിംഗ് പ്രോബ്ലംസ് ഉള്ള, റീഡിങ്ങിന് ഡിഫിക്കൽട്ടി ഉള്ള വ്യക്തികളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അത്തരക്കാർക്ക് വലിയൊരു ഉപകാരമായിരിക്കും ഇത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകമായിട്ട് ചില വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു പേപ്പറിൻ്റെ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്ക് ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, കുറച്ച് ടഫ് എസ്സേ ആണ്, ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്ന് ക്ലാസ് ചെയ്തു തരുമോ എന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോസ് പ്രധാനമായി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.